സസ്പെൻഷൻ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തുല്യമാണ്. കാരണം കേരളത്തിലെ സർക്കാർ ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭയങ്കരമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ ക്രൂരമായിട്ടും ചെയ്യാം അതെല്ലാം ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇത് വനിതാ പോലീസിനെ വിളിക്കാതെ ജനങ്ങളും നാട്ടുകാരും കൂടി അവരെ അടിച്ചത് ശരിയായിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ അവർക്ക് ഭയപ്പെടും. അല്ല, സസ്പെൻഷനിൽ ഒതുങ്ങിയാൽ അവർ ഇത് ഇത്ര ഉള്ളെന്ന് ഇറക്കിയല്ലേ. സസ്പെൻഷൻ അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും അവർ ഇത് ആവർത്തിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അല്ലെ ഇതിപ്പോ കേരളവും ഈ പറഞ്ഞ പോലെ ഈ ഉത്തര 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 അതുപോലെ ഉണ്ടാവില്ലേ. അതുപോലെ ഇതിപ്പം കേരളം എല്ലാരും കണ്ടുപഠിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് പോരാ, ശരിക്കും നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കണം. അതെ, അതിപ്പോ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് അവർ കൂടുതൽ ശ്രമിക്കേണ്ടത്. ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത്ര നാളെ ഡിലേ വന്നു. ഇപ്പൊ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനും അവരൊരു ഇപ്പൊ എല്ലാവരും പ്രതികരിക്കുന്നത് കൊണ്ട് അവരൊരു എന്തായാലും എന്തെങ്കിലും ചെയ്യും. പക്ഷെ എന്തെങ്കിലും ചെയ്യേണ്ടതല്ല ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കാനും. ഇങ്ങനെ ഇതുപോലൊരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനും ഇതുപോലെ ആൾക്കാരെ കൊണ്ട് ഇടപെട്ട് സംസാരിപ്പിക്കാനോ അവർ വലിയ നടപടി ഇപ്പൊ എടുക്കാനോ, അത് എപ്പോഴും ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് പാലിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും ചെയ്യും. ഇതിപ്പോ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാം, ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാർ ചോദിക്കും. സസ്പെൻഷൻ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തുല്യമാണ്. കാരണം കേരളത്തിലെ സർക്കാർ ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഭയങ്കരമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ ക്രൂരമായിട്ടും ചെയ്യാം അതെല്ലാം ചെയ്യുന്നുണ്ട് ഓൾറെഡി. നമ്മളിപ്പം ഇപ്പം നമ്മുടെ നാട് മാത്രമാണ് പുറയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും പഴയ നമ്മൾ പണ്ട് പേടിച്ചിരുന്ന സംസ്ഥാനങ്ങൾ വരെ ഇപ്പൊ നമ്മളെ അടുത്തായി. ഇപ്പൊ ഇവര് മാത്രമേ പറയുന്നുള്ളൂ ഡെവലപ്പായി. പക്ഷേ ഡെവലപ്മെന്റ് എന്നായിരുന്നു ശരിക്കുള്ള ജനങ്ങളോട് ചോദിക്കണം, എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല. ശരിക്കും നാട്ടുകാരെ ദ്രോഹിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. ഇതുപോലുള്ള സസ്പെൻഷൻ ഒരിക്കലും ഒതുക്കാൻ ചാൻസ് ചെയ്യരുത്. അത് ഇനി ഇതുപോലെ ചെയ്യാതിരിക്കാനായിട്ടുള്ള നടപടി ഉണ്ടാക്കിയെടുക്കണം. അത് ശരിയല്ല, അത് ശരിയല്ല. നമ്മൾ എന്ത് കാര്യം ഒരു പോലീസല്ലേ, ഒരു സ്ത്രീയാണ്. ചോദിച്ച് അതും തെറ്റാണ്. അതും നമുക്കത് പ്രതികരിക്കാം. അതല്ല, ഇത്രയും നാളായിട്ട് അതിനൊരു പ്രതികരിക്കാത്തതൊരു ഇത് തന്നെയാണ്, കുറവ് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം തന്നെ അത് പ്രതികരിക്കുകയും അതിൻ്റെ ഫലം കണ്ടെത്തി അവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുകയും ചെയ്യണം. ഇതെന്താ സത്യാവസ്ഥയെന്ന്. പക്ഷെ അത് ചെയ്യാത്ത ഇത്രയും നാളായില്ലേ, അങ്ങനെ പറ്റില്ല. ശരിക്കും സത്യാവസ്ഥ അറിഞ്ഞ് വേണ്ട വിധം തന്നെ അവര് അപ്പൊ പിന്നെ ഒരു ഭയം ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും 6 മാസം നമ്മൾ അവിടെ ഇട്ടിട്ട് പിന്നെയും പുറത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അവർക്കൊരു ഇതില്ല, എത്രയല്ലേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ തക്കതായ പ്രതിഫലം അവർക്ക് കൊടുക്കണം തീർച്ചയായും. പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ അവർക്ക് ഭയപ്പെടും. പോലീസ് സത്യാവസ്ഥ തെളിയിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് ഭയങ്കര ഭയമായിരിക്കും. ശരിക്കും ഇതിനുള്ള തക്കതായ പ്രതിഫലം കൊടുത്തേ പറ്റൂ. പോലീസിന്റെ അക്രമത ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞേ. അത് സ്ത്രീനെ അടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് വനിതാ പോലീസിനെ വിളിക്കാമായിരുന്നു. ഇത് വനിതാ പോലീസിനെ വിളിക്കാതെ ജനങ്ങളും നാട്ടുകാരും കൂടി അവരെ അടിച്ചത് ശരിയായിട്ടില്ല. പിന്നെ അവർ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. പിന്നെ അവരങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ളത്. അടിച്ചത് ശരിയായില്ല. വനിതാ പോലീസ് വന്നിട്ടില്ല. ഒരു സ്ത്രീനെ അങ്ങനെ തല്ലാൻ പാടില്ല, മോശമാണെന്ന് പറയാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എനിക്കറിയില്ല. അവന്മാരെയൊക്കെ ഇറക്കി വിടണം, അതാണ് വേണ്ടത്. സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അവർ വീണ്ടും വരും. കാരണം വെച്ചാൽ സർക്കാരല്ലേ, സർക്കാർ അവരെ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. സർക്കാരിനാണ് അത് പിടിച്ചടിക്കേണ്ടത്, പിന്നെയാണ് ബാക്കിയുള്ളവർ പിടിച്ചടിക്കേണ്ടത്.